ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന് നിലവിലുള്ള നന്മ തിന്മകളെക്കുറിച്ച് അല്പകാര്യം നമുക്ക് ചിന്തിക്കാം. 4-ന്റെ 7-ാം വാക്യം, നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും പറയുന്ന ഒരു ഭാഗം. ഇവിടെ യഹോവ കയീനോട് പറയുകയാണ്. യഹോവയും കയീനും തമ്മിലൊരു സംഭാഷണത്തിന് ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട്. ആദാമിൻ്റെ മക്കളായിരുന്ന കയീനും ഹാബേലും. കയീൻ ഒരു ദുഷ്ട സ്വഭാവമുള്ളവനും ഹാബേൽ ഒരു നീതിമാനും ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവരുടെ കാലത്ത് അവർ യഹോവയ്ക്കൊരു വഴിപാടും, രണ്ടുപേരും വഴിപാട് കഴിച്ചു. പക്ഷേ മൂത്തവനായ കയീൻ്റെ വഴിപാടിൽ യഹോവ പ്രസാദിച്ചു. ഹാബേലിൻ്റെ വഴിപാടിൽ യഹോവ പ്രസാദിച്ചു. അങ്ങനെ വന്നപ്പോൾ കയീന് ഹാബേലിനോട് കോപമുണ്ടായി. അവനെ വയലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. അന്നു മുതലാണ് ആദ്യത്തെ കൊലപാതകം അവിടെ തുടങ്ങിയത്. അപ്പോൾ കയീൻ തിന്മ ചെയ്തു, ഹാബേൽ നന്മ ചെയ്തു. അപ്പം നന്മയും തിന്മയും നിരന്തരമായ ഒരു മത്സര പോരാട്ടത്തിൻ്റെ ഒരു കളത്തിലാണ് അന്നു മുതൽ ഇന്നുവരെ. മാനവരാശി പെരുകുന്നതിനനുസരിച്ച് നന്മ വളർച്ച മുരടിക്കുകയും തിന്മ വളർന്ന് പന്തലിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കാലങ്ങളിൽ ദൈവം അതിന് തക്കതായ ശിക്ഷകളും കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമ ചരിത്രത്തിൽ നൽകിയിരിക്കുന്ന ശിക്ഷാ നടപടികൾ, പക്ഷേ ഇതൊന്നും മനുഷ്യർക്ക് ഇന്ന് വിശ്വാസമല്ല എന്നുള്ളതാണ്. മനുഷ്യനെ നന്മയിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് വിപരീതമായി പിശാചിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് തിന്മയുടെ വിത്തുകൾ വിതറി അതിനെ വളർത്തി പരിപോഷിപ്പിക്കുക എന്നുള്ളത് ഇന്നത് ഏറ്റവും വലിയ അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു കാലത്തേക്ക് ഇന്ന് എത്തി നിൽക്കുന്ന തലമുറയാണ് നമുക്ക് കാണാൻ കഴിയും. മാനവ ചരിത്രത്തിൽ അനേക യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് നന്മയുടെയും തിന്മയുടെയും പക്ഷത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ഈ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വഴികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടത്. ഒന്ന്, തീവ്രവാദമെന്ന ആ മഹാതിന്മയാണ്. അതിൻ്റെ പേരിൽ നടക്കുന്ന അവകാശവാദങ്ങൾ, യുദ്ധങ്ങൾ, അതിനെ തുടർന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ, മനുഷ്യനെ നിഷ്കരുണം കൊല്ലുന്നു. കയീൻ ഹാബേലിനോട് ചെയ്ത പോലെയുള്ള സംഗതി തന്നെ. അന്നത് ഒറ്റയ്ക്ക് ഒന്നായിരുന്നുവെങ്കിൽ ഇന്നത് സമൂഹമായിട്ട് അങ്ങനെ ആ തിന്മയുടെ പേരിൽ മാനവരാശി കഷ്ടപ്പെടുകയാണ്. ഒത്തിരി തീവ്രവാദം എന്നുള്ള ആ വലിയൊരു തിന്മ, അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് ഇസ്രായേൽ വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എതിർ ശക്തികൾ വളരെ ബലവാന്മാരാണ് എന്നുള്ളതാണ്. കാരണം പിശാചാണ് അതിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത്.
നമ്മുടെ കർത്താവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയല്ലാതെ അവൻ്റെ പോക്ക് കർമ്മകളാൻ കഴിയില്ല. അപ്പോൾ പിശാചിൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള മനുഷ്യരുടെ ശക്തിയാണെന്ന് ഏറ്റവും കൂടുതൽ പ്രബലമായിരിക്കും. മറ്റൊരു തിന്മ എന്നുള്ളത് മുഴുവൻ ലോകത്തിലും വ്യാപരിച്ചിരിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗം. ഏറ്റവും ഉന്നതരായ ആളുകൾ പോലും മയക്കുമരുന്നുകൾ കഴിച്ചുകൊണ്ട് ജീവിതത്തിൽ അല്പം ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ പേരിൽ ലഭിക്കുന്ന അല്പ സമയത്തെ ആ സന്തോഷം അതിൻ്റെ ഉപരിയായിട്ടുള്ള അക്രമങ്ങളിലേക്ക് തിരിയുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ. ഓരോ ഭവനത്തിലും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും സന്ധ്യയായാൽ വീട്ടിൽ കിടന്നുറങ്ങുവാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആൺമക്കളായിരിക്കും അധികവും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സുബോധം കെട്ട് വന്നിട്ട് മാതാപിതാക്കന്മാരെയും കുട്ടികളെയും എല്ലാം ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന, ആ കഴിയും ചെയ്ത അതേ തിന്മ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തരം. 21-ാം നൂറ്റാണ്ടായിട്ടും മനുഷ്യൻ അറിവുകൊണ്ടും ബുദ്ധി കൊണ്ടും വളരെ ഔന്നത്യ പടിയിൽ എത്തിയിട്ടും ഈ അധക്കൃത ചിന്താഗതിയും പ്രവർത്തനവും ഇന്ന് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനെല്ലാം ഇത്രയും വളർത്തിക്കൊണ്ടുവന്നത് ഈ ലോക രാജ്യങ്ങളെ നിയന്ത്രിച്ച ഭരണാധികാരികൾ തന്നെയാണ്. ഈ ഭരണാധികാരികളാരും ഇങ്ങനെയുള്ള നീച കൃത്യങ്ങൾക്കും ഇതുപോലെയുള്ള ലഹരി ഉപയോഗങ്ങൾക്കും ഒരു അതിര് കൽപ്പിക്കുകയോ അറുതി വരുത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കച്ചവടക്കാർക്ക് വലിയ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി, ആ ലാഭത്തിൻ്റെ ഒരു വീതം കൈപ്പറ്റുന്നതിന് വേണ്ടി ഭരണാധികാരികൾ ഇതിനെ സ്വൈരവിഹാരം നടത്തുവാൻ അനുവദിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കഴിഞ്ഞകാല ഗവൺമെൻറ്റുകൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്യുന്ന ഈ വലിയൊരു പ്രവർത്തനം, ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നിപ്പോവുകയാണ്. ഇങ്ങനൊരു സംഭവം ഈ സൂര്യന് കീഴെ ഇങ്ങനൊരു ആലോചന വരുമോ എന്ന് ഒരു സംശയം പോലും നമുക്കുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പോക്കായി. അപ്പം ഈ ഒരു വലിയ നന്മയെക്കുറിച്ച് അല്പം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി പോകും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രവണതയ്ക്ക് അറുതി വരുത്തുവാൻ ഇപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ ജനങ്ങളും അതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകേണ്ടത് ആവശ്യമാണ്. ഒരു നല്ല ഭാവി തലമുറ കേരളത്തിൽ മാത്രമല്ല സർവ ഭൂഖണ്ഡങ്ങളിലും ഒരു നല്ല തലമുറ ഉരുത്തിരിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള കുഞ്ഞുങ്ങൾക്കും ഇനി ജനിക്കാനുള്ളവർക്കും സ്വസ്ഥതയോടും സ്വൈര്യതയോടും കൂടെ സുബോധത്തോടുകൂടെ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം സർവ ലോക ഗവൺമെൻറ്റുകളും ഒത്തുചേർന്ന് അതിനായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ആലോചന കൂടി നമുക്ക് വരുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നു. നന്മയും തിന്മയും കൊയ്ത്തോളം വളരട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കൊയ്യുന്ന കാലത്ത് ഞാൻ പറയും, തിന്മയെയും നന്മയെയും കെട്ടുകളാക്കി വെവ്വേറെ കൂട്ടുക. അപ്പോൾ തിന്മയെ നിശേഷം
തീയിലിട്ട് നശിപ്പിക്കുന്ന ഒരു സമയത്തേക്ക് ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാശിയിൽ ഇടയിൽ സംഭവിക്കുന്ന ചെറുതും വലിയതുമായ എല്ലാ സംഭവ വികാസങ്ങൾക്കും ദൈവത്തിൻ്റെ ആലോചനയും ദൃഷ്ടിയും നിയന്ത്രണവും ഉണ്ടെന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ്. ഭൗമിക ജീവികളിൽ ഏറ്റവും ഉയർന്ന പടിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ മൃഗങ്ങളെ കഴിഞ്ഞിലും അധസ്ഥിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതം തോന്നുന്ന ഒരു വിഷയമാണ്. അപ്പം ഇതിനെല്ലാം അറുതി വരുത്തുന്നതിന് വേണ്ടി അത്യുന്നതിൻ്റെ ഒരു ആലോചന കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ മാത്രം ഗവൺമെൻറ്റിനെ പറ്റി പറഞ്ഞാലും ഇതിനു മുമ്പ് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളാരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്ര സമഗ്രമായി ചിന്തിക്കുകയോ നടപടികൾ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ആ ഗവൺമെൻറ്റുകളുടെ എല്ലാം വലിയ പരാജയമായിരുന്നതാണ്. കാരണം എന്താണ്? അവരവരുടെ കാര്യം മാത്രം ഉയർത്തിപ്പിടിക്കുവാനും അതിൽ ഔന്നത്യം കാണുവാനുമുള്ള ചിന്തയിലായിരുന്നു ഇതിനു മുമ്പുള്ള എല്ലാ ഗവൺമെൻറ്റുകളും പ്രവർത്തിച്ചത്. ഭാവി മക്കളെക്കുറിച്ച് അവർ ചിന്തിക്കുവാൻ സമയമില്ലായിരുന്നു. അതായത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുവായി ഇത് കാര്യത്തിൽ. ഇതേ പറഞ്ഞ വിഷയം അവസാനിക്കും.